നമസ്കാരം. ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫും തമ്മിലുള്ള തർക്കങ്ങൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇപ്പോഴത്തെ പുതിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ജിജി മാരിയോ. ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചതായും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായും ജിജി മാരിയോ വെളിപ്പെടുത്തി. ഫൗണ്ടേഷന്റെ 27 വീടുകളുടെ നിർമ്മാണം നിലച്ചതായും സൗജന്യമായി പ്രവർത്തിക്കുന്ന ആംബുലൻസിന് ഇന്ധനം നിറയ്ക്കാൻ പോലും പണമില്ലെന്നും ചൂണ്ടിക്കാട്ടി ജിജി പുതിയ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. കറണ്ട് ബില്ല് പോലും താൻ പണയം വെച്ചാണ് അടച്ചതെന്നും എല്ലാവരും സഹായിക്കണമെന്നുമാണ് പോസ്റ്റിൽ പറയുന്നത്. ഭർത്താവ് കാരണം തനിക്ക് ചെക്ക് മാറാനാവില്ലെന്ന് ജിജി പറയുന്നു. ഞാൻ ശരിയാണെന്ന് തെളിയിക്കാനോ മേന്മ കാണിക്കാനോ താല്പര്യം എനിക്കില്ലെന്നും അത്തരം തരം താഴ്ന്ന നിലപാടിനോട് യോജിപ്പില്ലെന്നും ജിജി പറയുന്നു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ജിജി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫ് തമ്മിൽ ഏറ്റുമുട്ടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. ഭർത്താവ് തന്നെ മർദ്ദിച്ചെന്നാരോപിച്ച് ജിജി മാരിയോ പരാതി നൽകുകയും മാരിയോ ജോസഫിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇടത് കൈയിൽ കടിച്ചെന്നും മുട്ടി പിടിച്ച് വലിച്ചെന്നും 70,000 രൂപ വിലയുള്ള ഫോൺ തകർത്തെന്നുമായിരുന്നു ജിജി തന്റെ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത്. ഇതിന് മറുപടിയായി മാരിയോ ജോസഫും ജിജിക്കെതിരെ പരാതി നൽകിയിരുന്നു. അതേസമയം ജിജിയുടെ പുതിയ പോസ്റ്റിന് രൂക്ഷ വിമർശനമാണ് എത്തുന്നത്. വീണ്ടും തട്ടിപ്പുമായി ഇറങ്ങിയോ, നീയൊക്കെ ഒരു ചാരിറ്റിയും ചെയ്യേണ്ട, ദൈവം തന്ന കുടുംബജീവിതം നന്നായി ജീവിച്ചു കാണിച്ചിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങും, അടുത്തുള്ള തദ്ദേശ ഭരണസമിതി അല്ലെങ്കിൽ സർക്കാരിനെ ഏൽപ്പിക്കുക, ട്രസ്റ്റ് പോയാൽ പിന്നെ എന്ത് ട്രസ്റ്റ്, ഈ നൂറ്റാണ്ടിലെ തൊലിക്കട്ടിക്കുള്ള അവാർഡിന് ശുപാർശ ചെയ്യാം എന്നിങ്ങനെ പോകുന്നു താഴെ എത്തുന്ന കമൻറ്റുകൾ.